നമസ്കാരം. അമൃത ന്യൂസ് പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ തന്ന പിന്തുണ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസ ലോകത്തെ വാർത്തകളുമായി മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ ആശങ്ക തുടരുന്നതിനിടെ UAE പ്രസിഡന്റുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി ഒമാൻ ഭരണാധികാരി. മേഖലയിലെ പ്രശ്നങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാനുമായുള്ള ഹോർമൂസ് കരാറിൽ ഇടപെട്ടാൽ ഒമാനെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. രാജ്യത്തെ ഭീകരാക്രമണ പദ്ധതികൾ തകർത്ത് കേന്ദ്ര സർക്കാർ. തകർത്തത് ISI പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി ഭീകര ശൃംഖല. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണത്തിന് തയ്യാറെടുത്ത 253 പേരെ പിടികൂടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിലും 2 പേർ അറസ്റ്റിൽ. ആയുധങ്ങളും ചാര CCTV ക്യാമറയും പിടികൂടി. പുതിയ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു BJP. രാം മാധവ് ഉപാധ്യക്ഷൻ, സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറിയാകും. K സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാരാകും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അബ്ദുള്ള കുട്ടിയെ നീക്കി. സാമൂഹിക മാധ്യമ കൺവീനർ അമിത് മാളവിയെ മാറ്റി. UGC നെറ്റ് പരീക്ഷാ വീഴ്ചയിൽ നടപടി. 50 ഉദ്യോഗസ്ഥരെ മാറ്റി. പരീക്ഷാ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. NDAയുടെ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളെന്ന് രാഹുൽ ഗാന്ധി. പ്രതിഷേധം ശക്തം. NDA ആസ്ഥാനത്തേക്ക് ഇടത് സംഘടനകളുടെ പ്രതിഷേധ മാർച്ച്. ഉത്തരവാദിത്തത്തിൽ നിന്നും NDAയ്ക്ക് ഒഴിയാനാകില്ലെന്നും വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കാനാകില്ലെന്നും ABVP. പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സമഗ്ര പദ്ധതികളെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ്. 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ. കാർഷിക മേഖലയിൽ സഹകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്നും മന്ത്രി. അമൃത ന്യൂസിനോട് സർക്കാർ കർഷക ബന്ധുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചിങ്ങം പിറന്നതോടെ ഓണാഘോഷത്തിലേക്ക് മലയാളികൾ. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 178 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ്. 3-ാം ദിനം ശ്രീലങ്ക 284 പുറത്ത്. 4 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയുടെ മാനവ് സുധാർ. രവീന്ദ്ര ജഡേജയ്ക്ക് 3 വിക്കറ്റ്. ശ്രീലങ്കയുടെ സൊനാൽ ദിനുഷയ്ക്ക് സെഞ്ചുറി. ആദ്യം നമുക്ക് ഗൾഫ് വാർത്തകൾ നോക്കാം. പശ്ചിമേഷ്യയിൽ ആശങ്ക തുടരുന്നതിനിടെ UAE പ്രസിഡന്റുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി ഒമാൻ ഭരണാധികാരി. അബുദാബിയിലെ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അതിനിടെ ഇറാനുമായുള്ള ഹോർമൂസ് കരാറിൽ ഇടപെട്ടാൽ ഒമാനെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. മേഖലയിൽ ആശങ്ക തുടരുന്നതിനിടെയാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി സൈനിക ബന്ധങ്ങളെക്കുറിച്ചും പൊതു താൽപര്യങ്ങളെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്തതായി ഒമാൻ വാർത്താ ഏജൻസി അറിയിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ UAEയിലെ പ്രത്യേക സൌഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. സുരക്ഷാ രംഗത്ത് പുതിയ മാർഗങ്ങൾ തേടൽ, വിവിധ മേഖലകളിൽ ഉയർന്നുവരുന്ന പുതിയ തൊഴിലവസരങ്ങൾ, നവ സംരംഭകരെയും പ്രതിഭകളെയും കണ്ടെത്തൽ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഇരു രാഷ്ട്രത്തലവന്മാരും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ഗൾഫ് മേഖലയിൽ സമാധാനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള സഹകരണം കൂടുതൽ ഊർജിതമാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഉണ്ടാക്കുന്ന കരാറിൽ ഇടപെട്ടാൽ ഒമാനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒമാനും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകളെ പരാമർശിച്ചായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാൻ കീഴടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹോർമൂസ് വിഷയത്തിൽ അമേരിക്കയും ഇറാനുമായി വേറിട്ട ചർച്ചകൾ നടത്തിവരികയാണ്. അമൃത ന്യൂസ്, അബുദാബി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച പദ്ധതിയുടെ റോഡ്മാപ്പ് തള്ളിയ ഇസ്രയേൽ നിലപാടിനെതിരെ UAE ഉൾപ്പെടെ 8 രാജ്യങ്ങൾ രംഗത്ത്. സമാധാന പദ്ധതി അട്ടിമറിക്കുന്നതിന്റെയും ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനായിരിക്കുമെന്ന് മന്ത്രിമാർ മുന്നറിയിപ്പ് നൽകി. UAE, ഖത്തർ, ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദാൻ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് ഇസ്രയേലിന്റെ നിലപാടിനെ സംയുക്തമായി അപലപിച്ചത്.
ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ അട്ടിമറിക്കുകയാണ് എന്ന് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി. UN സുരക്ഷാ കൌൺസിൽ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള സമാധാന പദ്ധതി അട്ടിമറിക്കുന്നതിന്റെയും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനായിരിക്കുമെന്നും മന്ത്രിമാർ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം, അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ വിന്യാസം, ഗാസയുടെ ഭരണാധികാരം ദേശീയ സമിതിക്ക് കൈമാറൽ, യുദ്ധം തകർത്ത ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കൽ എന്നിവയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച പദ്ധതിയുടെ റോഡ് മാപ്പിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഈ വ്യവസ്ഥകളെയും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെയും ഇസ്രയേൽ എതിർക്കുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാളം തെറ്റിക്കും എന്ന് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. ഈജിപ്ത്, ഖത്തർ, തുർക്കി, അമേരിക്ക എന്നിവരുടെ മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ പലസ്തീൻ വിഭാഗങ്ങൾ അംഗീകരിച്ച റോഡ് മാപ്പാണ് ഇസ്രയേൽ തള്ളിക്കളഞ്ഞത്. സ്വന്തം സമഗ്ര പദ്ധതി ഇസ്രയേൽ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അമേരിക്കയുടെ നിരന്തരവും സജീവവുമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് 8 രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, അബുദാബി. അജ്മാനിലെ ബസ്സുകളിൽ ക്യാഷ് പേയ്മെന്റുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഒരുങ്ങി ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. സെപ്റ്റംബർ 17 മുതൽ തിരഞ്ഞെടുത്ത ബസ് റൂട്ടുകളിൽ പണമായി ടിക്കറ്റ് നിരക്ക് സ്വീകരിക്കില്ലെന്ന് അതോറിറ്റി അറിയിച്ചു. അജ്മാനിൽ നിന്ന് ഷാർജ, ദുബായ്, ഉമുൽഖുയിൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്റർസിറ്റി ബസ് റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ പണമിടപാട് നടപ്പാക്കുക. ഈ റൂട്ടുകളിൽ ഇനി മുതൽ മസാർ മണി കാർഡുകൾ, ബാങ്ക് കാർഡുകൾ എന്നിവ വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ മാത്രമേ സ്വീകരിക്കൂ. അജ്മാനിലെ പൊതുഗതാഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഔദ്യോഗിക പേയ്മെന്റ് കാർഡാണ് മസാർ മണി കാർഡ്. അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ശാഖകളിൽ നിന്നും മറ്റ് അംഗീകൃത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ഈ കാർഡ് സൗജന്യമായി ലഭിക്കും. കാർഡിൽ ആവശ്യാനുസരണം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ബസ് സർവീസുകൾക്ക് പുറമെ സ്പീഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ സെന്ററിലും സെപ്റ്റംബർ 17 മുതൽ ക്യാഷ് പേയ്മെന്റുകൾ നിർത്തലാക്കും. ഇവിടെ സേവനങ്ങൾക്കായി ഇലക്ട്രോണിക് പേയ്മെന്റുകൾ മാത്രമേ സ്വീകരിക്കൂ എന്നും അതോറിറ്റി വ്യക്തമാക്കി. ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന UAEയുടെ നയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ നീക്കം. ആഗോള വിപണി ഗവേഷണ സ്ഥാപനമായ വിസയുടെ റിപ്പോർട്ട് അനുസരിച്ച് UAEയിൽ പ്രതിദിന ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ 25% നിന്ന് 16% കുറഞ്ഞിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. വേനൽ അവധി കഴിഞ്ഞ് UAEയിലേക്ക് മടങ്ങിയെത്തുന്ന താമസക്കാരെയും സന്ദർശകരെയും സ്വീകരിക്കാൻ ദുബായ് വിമാനത്താവളത്തിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ. എമിഗ്രേഷൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടുതൽ ജീവനക്കാരെയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സജ്ജീകരിച്ചതായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. വേനലവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കാൻ ദുബായ് വിമാനത്താവളത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാനും പ്രോസസിംഗ് സമയം കുറയ്ക്കാനും വിമാനത്താവളത്തിലെ പ്രധാന പോയിന്റുകളിലെല്ലാം സജ്ജീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് നിമിഷങ്ങൾക്കകം പരിശോധനകൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഗേറ്റുകൾ വിമാനത്താവളങ്ങളിൽ പരമാവധി ശേഷിയിൽ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയും ബയോമെട്രിക് സംവിധാനവും ഉപയോഗിച്ച് യോഗ്യരായ യാത്രക്കാർക്ക് പൂർണ്ണമായും സമ്പർക്കരഹിതമായി എമിഗ്രേഷൻ പൂർത്തിയാക്കാം. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ വരവേൽക്കാൻ പ്രത്യേക റെഡ് കാർപ്പറ്റ് ഇടനാഴികളും സ്വീകരണ സൗകര്യങ്ങളും GDRFA ഒരുക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി നേരിട്ട് അവലോകനം ചെയ്തു. ദുബായിയുടെ ആതിഥ്യ മര്യാദയുടെ അംബാസഡർമാരായി പ്രവർത്തിക്കാൻ പാസ്പോർട്ട് ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മികച്ച സേവനം ഉറപ്പാക്കാൻ ദുബായ് എയർപോർട്ട്സ്, പോലീസ്, കസ്റ്റംസ്, നാഷണൽ എയർലൈനുകൾ എന്നിവരുമായി ചേർന്നാണ് GDRFA പ്രവർത്തിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. IAS അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി അഫയേഴ്സ് കോൺസൽ AK ജോൺ ദേശീയ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് IAS കമ്മ്യൂണിറ്റി ഹാളിൽ ഔദ്യോഗിക ആഘോഷ ചടങ്ങും നടന്നു. ചക് ദേ ഇന്ത്യ എന്ന പേരിൽ വിപുലമായ സംഗീത നിശയും ദേശഭക്തി ഗാനങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. UAEയിൽ ഈ ആഴ്ച വേനൽ ചൂടിനൊപ്പം മഴയ്ക്കും മൂടൽമഞ്ഞിനും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. തീരദേശങ്ങളിലും ദ്വീപുകളിലും താപനില 45 ഡിഗ്രി വരെ ഉയർന്നേക്കും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴ സാധ്യത കൂടുതൽ ശക്തമാക്കും. പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാഴ്ചാപരിധി കുറയാൻ ഇടയുണ്ട്. ആഴ്ചയുടെ അവസാനത്തോടെ തീരദേശങ്ങളിൽ ചൂടിന് നേരിയ ശമനമുണ്ടാകുമെങ്കിലും മൂടൽമഞ്ഞ് തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.
സൗദി അറേബ്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ഭിന്നശേഷിക്കാർക്ക് അർഹമായ സേവനങ്ങളും അവകാശങ്ങളും നിഷേധിച്ചാൽ ശക്തമായ നടപടിയുമായി ഭിന്നശേഷി പരിപാലന അതോറിറ്റി. ഭിന്നശേഷി അവകാശ നിയമത്തിലെ 25-ാം വകുപ്പ് പ്രകാരം വിവേചനപരമായ നയങ്ങൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ലംഘനം തെളിഞ്ഞാൽ 5 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കാൻ, കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയാക്കുകയും ചെയ്യും. ജോലി, വിദ്യാഭ്യാസം, ചികിത്സ, ഇൻഷുറൻസ്, ബാങ്കിംഗ് സേവനങ്ങൾ, യാത്രാ സ്വാതന്ത്ര്യം എന്നിവ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണെന്നും നിയമപാലനം ഉറപ്പാക്കാൻ രാജ്യത്തുടനീളം പരിശോധനകൾ ശക്തമാക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ കുടിവെള്ളം ദുരുപയോഗം ചെയ്യുകയോ പാഴാക്കുകയോ ചെയ്താൽ 2 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന പരിഷ്കരിച്ച നിയമാവലിക്ക് അംഗീകാരം നൽകി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ നിയമം 2027 മാർച്ച് മുതൽ പ്രാബല്യത്തിൽ വരും. ചോർച്ചയുള്ള ടാങ്കുകൾ ഉപയോഗിക്കൽ, അനുയോജ്യമായ പ്ലംബിംഗ് ഫിക്സറുകൾ സ്ഥാപിക്കൽ, ബദൽ മാർഗങ്ങളുണ്ടായിട്ടും കുടിവെള്ളം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൽ തുടങ്ങിയ ലംഘനങ്ങൾക്കാണ് നാഷണൽ വാട്ടർ എഫിഷ്യൻസി ആൻഡ് കൺസർവേഷൻ സെന്റർ കർശന പിഴ ഈടാക്കുന്നത്. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങളും ബാധ്യതകളും വ്യക്തമാക്കി മാനവശേഷി സമിതി അധികൃതർ ബോധവൽക്കരണ പ്രചരണം ആരംഭിച്ചു. നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക, സേവന അവസാന ആനുകൂല്യങ്ങളും നോട്ടീസ് കാലാവധിയും എന്ന പേരിലാണ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ നിശ്ചിത കാലാവധിയുള്ള തൊഴിൽ കരാറുണ്ടെങ്കിൽ കരാർ അവസാനിപ്പിക്കുന്നതിന് ഇരു കക്ഷികളും നിയമപരമായ നോട്ടീസ് കാലാവധി പാലിക്കണം. പ്രതിമാസ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി സ്വയം രാജിവെക്കുകയോ അല്ലെങ്കിൽ തൊഴിലുടമ പിരിച്ചുവിടുകയോ ചെയ്യുമ്പോൾ കുറഞ്ഞത് 3 മാസം മുൻപ് നോട്ടീസ് നൽകണം. മറ്റ് തൊഴിലാളികൾ സ്വയം രാജിവെക്കുകയോ അല്ലെങ്കിൽ തൊഴിലുടമ പിരിച്ചുവിടുകയോ ചെയ്യുമ്പോൾ 1 മാസം മുൻപും നോട്ടീസ് നൽകണം. നോട്ടീസ് പീരീഡ് കാലയളവിൽ ജീവനക്കാരന് പൂർണ്ണ ശമ്പളത്തിന് അർഹതയുണ്ടായിരിക്കും. തൊഴിലുടമ നൽകിയ നോട്ടീസ് കാലയളവിൽ പുതിയ ജോലി അന്വേഷിക്കുന്നതിനായി തൊഴിലാളികൾക്ക് ആഴ്ചയിൽ 1 ദിവസം മുഴുവനായോ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയോ അവധിയെടുക്കാനുള്ള അവകാശമുണ്ട്. ഈ സമയത്തേക്കുള്ള ശമ്പളം തൊഴിലുടമ നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ഫിന്ദാസ് പ്രദേശത്ത് പോലീസ് ചമഞ്ഞു പ്രവാസിയെ കൊള്ളയടിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണ്. ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രവാസിയാണ് കവർച്ചയ്ക്ക് ഇരയായത്. ഇയാളെ പിന്തുടർന്നെത്തിയ 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തി പ്രവാസിയെ സമീപിച്ചു. മയക്കുമരുന്ന് കൈവശമുണ്ടെന്ന് സംശയിക്കുന്നതായി അറിയിച്ചുകൊണ്ട് പ്രവാസിയോട് ദേഹപരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പേഴ്സ് പരിശോധിക്കണമെന്നായി ആവശ്യം. പരിശോധനയ്ക്കായി പേഴ്സ് കൈമാറിയ പ്രവാസിയെ പ്രതികൾ തോക്കു ചൂണ്ടി ആക്രമിക്കുകയും പേഴ്സുമായി കടന്നു കളയുകയുമായിരുന്നു. പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ ഈ വർഷം ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈദ്. നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2025 ആദ്യ പകുതിയിൽ 99 തട്ടിക്കൊണ്ടുപോകൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ ഇത് 54 കേസുകളായി കുറഞ്ഞു. കുവൈറ്റ് ശിക്ഷാ നിയമത്തിലെ 182-ാം വകുപ്പ് റദ്ദാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിയമ പരിഷ്കാരങ്ങളിൽ ഒന്നാണ്. നേരത്തെ ഒരാൾ തട്ടിക്കൊണ്ടുപോയ സ്ത്രീയെ നിയമപരമായി വിവാഹം കഴിക്കുകയും രക്ഷിതാവ് ശിക്ഷ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ പ്രതിക്ക് ശിക്ഷയിൽ നിന്നും ഒഴിവാകാം. ഈ വകുപ്പ് പ്രകാരം പറയുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ നീക്കം ചെയ്യുന്നതോടെ ഇത്തരം കുറ്റങ്ങളിൽ പ്രതികളുടെ നിയമപരമായ ഉത്തരവാദിത്വം കൂടുതൽ ശക്തമായി. ഈ വർഷം ഇതേ കാലയളവിൽ അപകീർത്തിപ്പെടുത്തൽ പോലുള്ള കുറ്റകൃത്യങ്ങളിലും 28% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബലാത്സംഗ കേസുകളിലും 26.3% കുറവ് രേഖപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. കുവൈത്തിൽ മാനസിക ചികിത്സാ മേഖലയിൽ ശാസ്ത്രീയമായി അംഗീകരിക്കാത്ത ചികിത്സാ രീതികൾ അവതരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി ഉത്തരവ് പുറപ്പെടുവിച്ചു. യോഗ തെറാപ്പി, ശ്വസന നിയന്ത്രണ ധ്യാന രീതികൾ, EFT കളർ തെറാപ്പി, ശബ്ദ തരംഗ ചികിത്സ, എനർജി തെറാപ്പി, റേക്കി പ്രാണിക് ഹീലിംഗ്, ക്രിസ്റ്റൽ ചികിത്സ, മിയ ചികിത്സ, കോസ്മിക് തെറാപ്പി, ചക്ര ഓറ ആക്ടിവേഷൻ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, മൈൻഡ് പ്രോഗ്രാമിംഗ്, പോസിറ്റീവ് അഫർമേഷൻസ്, മാനസിക ജീൻ ആക്ടിവേഷൻ തുടങ്ങിയ ചികിത്സാ രീതികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ മാനസിക ചികിത്സാ സേവനങ്ങൾക്കും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് മേഖലയ്ക്കും കർശനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരല്ലാത്ത മാനസികാരോഗ്യ പ്രവർത്തകർ രോഗികൾക്ക് മരുന്നുകൾ നിർദ്ദേശിക്കാനോ മരുന്നുകളിൽ മാറ്റം വരുത്താനോ സപ്ലിമെന്റുകൾ നൽകാനോ ഇലക്ട്രിക് ഷോക്ക് തെറാപ്പി, മാഗ്നറ്റിക് അല്ലെങ്കിൽ ന്യൂറൽ സ്റ്റിമുലേഷൻ ചികിത്സകൾ നടത്താനോ പാടില്ല.
ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. IAS അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി അഫയേഴ്സ് കോൺസൽ AK ജോൺ ദേശീയ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് IAS കമ്മ്യൂണിറ്റി ഹാളിൽ ഔദ്യോഗിക ആഘോഷ ചടങ്ങുകളും നടന്നു. ചക് ദ ഇന്ത്യ എന്ന പേരിൽ വിപുലമായ സംഗീത നിശയും ദേശഭക്തി ഗാനങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. ICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാർ നോർക്ക റൂട്ട്സ് വഴി പ്രവാസികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിനെ കുറിച്ചുള്ള വിശദീകരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. UM ഹുസൈൻ മലപ്പുറം അധ്യക്ഷത വഹിച്ചു. ഷറഫിയ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മയിൽ മുണ്ടുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നോർക്കയുടെ വിവിധ പദ്ധതികളെക്കുറിച്ചും ഇൻഷുറൻസ് ആനുകൂല്യങ്ങളെക്കുറിച്ചും ജനറൽ സെക്രട്ടറി നാണി മാസ്റ്റർ, നാസർ സൈൻ തൃശൂർ, ഫൈസൽ മക്കരപ്പറമ്പ്, ഗഫൂർ വണ്ടൂർ, കമാൽ കളപ്പാടൻ, സമീർ പാണ്ടിക്കാട് എന്നിവർ സംസാരിച്ചു. ഇസ്മയിൽ കൂരിപ്പൊയിൽ സ്വാഗതവും CP മുജീബ് നാണി നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് ഭീകരാക്രമണത്തിന് തയ്യാറെടുത്ത 253 പേരെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം. പാകിസ്ഥാൻ ചാര സംഘടനയായ IS-യുമായുള്ള ബന്ധമുള്ള ആയുധ പരിശീലനം ലഭിച്ചവരാണ് പ്രത്യേക ഓപ്പറേഷനിൽ പിടിയിലായത്. കേരളത്തിൽ നിന്നും 2 പേരുൾപ്പെടെ 14 സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഭീകരരെ പിടികൂടുന്നത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുടെ വിജയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് സ്ഫോടനം ഉൾപ്പെടെ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാര സംഘടന IS-യും ഭീകര സംഘടനകളും ആസൂത്രണം ചെയ്തതായി IB നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് 253 ഭീകരരെ പിടികൂടിയത്. ചാരസംഘടനയായ ISIയുടെയും ഭീകരൻ ഷഹസാദ് ഭട്ടിയുടെയും നിർദ്ദേശമനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ സ്ഫോടനവും ഭീകരാക്രമണവും നടത്താൻ പദ്ധതിയിട്ടവരാണ് പിടിയിലായത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്ന മോദി സർക്കാരിന്റെ നയത്തിന്റെയും സുരക്ഷാ സേനയുടെ കരുത്തിന്റെയും ഉദാഹരണമാണ് നടപടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഗ്രനേഡുകൾ, തോക്കുകൾ, വെടിയുണ്ട, ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന CCTV ക്യാമറകളും പിടിച്ചെടുത്തതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. കേരളത്തിൽ നിന്ന് 2 ഭീകരരെയും ഉത്തർപ്രദേശിൽ 62ഉം ഹരിയാനയിൽ 52ഉം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭീകരരെ പിടികൂടിയത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. BJP പുതിയ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാർ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ട്രഷറർ. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെ 8 പേരെ ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ചു. പുതിയ ഭാരവാഹികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. കേന്ദ്രമന്ത്രി സഭയും ഉടനെ തന്നെ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ BJP പുതിയ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. BL സന്തോഷ് സംഘടനാ ജനറൽ സെക്രട്ടറിയായി തുടരും. വിനോദ് താവ്ഡെ, ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ് കുമാർ, മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെ 8 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്. കേരളത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായി. അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. റാം മാധവ്, വസുന്ധര രാജ സിന്ധ്യ ഉൾപ്പെടെ 13 വൈസ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ട്രഷറർ. മുൻ ജനറൽ സെക്രട്ടറി തരുൺ ചുഗിന് ഓഫീസിന്റെയും സാംബിത് പത്രയ്ക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെയും ചുമതല നൽകി. ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടർ ഹേമന്ത് ജോഷിയാണ് യുവമോർച്ച പ്രസിഡന്റ്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയും ഉടനുണ്ടാകും. കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ആര് കേന്ദ്ര മന്ത്രിസഭയിലെത്തുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. ധനം, പെട്രോളിയം, വാണിജ്യം മന്ത്രാലയങ്ങളിലും നിർണായക മാറ്റങ്ങൾ ഉണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. പരീക്ഷാ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിൽ NDA ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം നൽകിയതുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പിൽ അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ GST വകുപ്പിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ C. ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാഞ്ഞങ്ങാട് എത്തിയാണ് പരിശോധന നടത്തുന്നത്. GST ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ നൽകി.
മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് കാട്ടി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയത് കോടികളുടെ തട്ടിപ്പെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുന്നത്. GST വകുപ്പിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് GST ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. 126 കോടി രൂപ RBC അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ GST ഇനത്തിൽ 22.68 കോടി രൂപ അടയ്ക്കേണ്ടതുണ്ട്. ഇതിനായി 5 തവണയാണ് കമ്പനിക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ മറുപടി നൽകിയിരുന്നില്ല. കമ്പനി പ്രതിനിധികൾ ഓഗസ്റ്റിൽ ഹാജരായെങ്കിലും രേഖകൾ സമർപ്പിച്ചിരുന്നില്ല. GST വകുപ്പിന്റെ അന്വേഷണത്തിന് പിന്നാലെ സർക്കാർ ത്രിതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്താൻ സമഗ്രമായ പദ്ധതി ഉണ്ടാകുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. പ്രളയം ബാധിച്ച മേഖലയിലെ കർഷകരുടെ ലോണുകൾ പുനഃക്രമീകരിക്കും. വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കൃഷിയിലേക്ക് എത്തിക്കാൻ ഗ്രേസ് മാർക്കും വെയിറ്റേജ് മാർക്കും നൽകുമെന്നും മന്ത്രി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് കേരളയിൽ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കൃഷിമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കൃഷിക്കാരെ ഒപ്പം നിർത്താനുള്ള സമഗ്ര പദ്ധതിക്കാണ് സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറെടുക്കുന്നത്. പ്രളയത്തെ തുടർന്ന് കൃഷിയിടങ്ങളും ഉൽപ്പന്നങ്ങളും നഷ്ടപ്പെട്ട കർഷകരെ ചേർത്ത് നിർത്തും. കൃഷിയിടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള സാമ്പത്തിക ചെലവ് സർക്കാർ വഹിക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് അമൃത ന്യൂസിന്റെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. കർഷകരുടെ ലോണുകൾ പുനഃക്രമീകരിക്കുന്ന കാര്യത്തിലും നടപടിയുണ്ടാകും. മോട്ടോർ പമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഷെഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ തറകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ മുഴുവൻ പുനഃക്രമീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. 2, ഏതെങ്കിലും പാടശേഖരങ്ങളിൽ കൃഷി സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ളതായ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാൻ, പമ്പ് ചെയ്ത് ഒഴിവാക്കാൻ, ആ പമ്പിന്റെ വാടക, ഇലക്ട്രിസിറ്റി, ഇന്ധനം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മുഴുവൻ സാമ്പത്തികവും സർക്കാർ വഹിക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. കർഷകർ എടുത്തിരിക്കുന്ന ലോണ്, ആ ലോണ് ഏതൊക്കെ തലത്തിൽ റീസ്ട്രക്ചർ ചെയ്യാം, അതിന്റെ തിരിച്ചടവിന്റെ കാലാവധി പുനർനിശ്ചയിക്കൽ, അതിൽ ഉജ്ജീവനി പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9% സർക്കാർ വഹിച്ചുകൊണ്ടുള്ള ഒരു ബാക്കിംഗ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുകയാണ്. വകുപ്പിന്റെ പോരായ്മകൾ പരിഹരിക്കുമെന്നും ആഭ്യന്തര ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കൃഷിയിലേക്ക് ആകർഷിക്കാൻ വിപുലമായ പദ്ധതികൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. കതിർ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കുക വഴി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കും വെയിറ്റേജ് മാർക്കും ലഭിക്കും. 500 സ്കൂളുകളിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകന്റെ ഭൂമിയിൽ കർഷകന്റെ മക്കളോ അതല്ലെങ്കിൽ പുതിയ യുവ കർഷകരോ പരിമിതമായി മാത്രമേ ഉള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെറുപ്പത്തെ, വിദ്യാർത്ഥികളെ, യുവത്വത്തെ ഈ മേഖലയിലേക്ക് റീകണക്ട് ചെയ്ത് ആവിഷ്കരിച്ച് നിർത്താൻ വിപുലമായ ആലോചന നടന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ. കീടനാശിനികൾ ഉപയോഗിച്ചു വരുന്ന പച്ചക്കറികളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും മലയാളികളെ മോചിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് കൃഷിമന്ത്രിയും വകുപ്പും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കർഷകരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന കർഷക ബന്ധുവായി UDF സർക്കാർ പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പത്മശ്രീ ചെറുവയൽ രാമന് സമ്മാനിച്ചു. സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചുകൊണ്ടുവരാൻ ശക്തമായ പിന്തുണയാണ് സർക്കാർ ഉറപ്പു നൽകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. റബ്ബറിന്റെ വില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തിയത് ഉടൻ തന്നെ 300 രൂപയാക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കാൻ വാല്യൂ അഡിഷൻ നടത്തി ഉൽപ്പന്നങ്ങൾ കേരള ബ്രാൻഡ് എന്ന പേരിൽ വിപണിയിലെത്തിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ ചെലവിലും വേഗത്തിലും ഇവ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷകരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന കർഷക ബന്ധുവായി UDF സർക്കാർ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി കളമശ്ശേരിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ ക്രോപ്പെല്ലാം
വാല്യൂ അഡീഷൻ നടത്തി ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് കയറ്റുമതി ചെയ്യണം. കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ്. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി പരിപാടികൾ ആരംഭിക്കുകയാണ്. സംരംഭം തുടങ്ങിയ കർഷകരെ ചേർത്ത് നിർത്തി കർഷക ബന്ധുവായി ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും. ചടങ്ങിൽ പാരമ്പര്യ വിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള പ്രഥമ അവാർഡും മറ്റ് കർഷക അവാർഡുകളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. കർഷക വിദ്യാർത്ഥി പുരസ്കാരം നേടിയ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യന്റെ വീട് പുനർനിർമ്മിച്ച് നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചു. ഒരു ഒറ്റമുറി ഷെഡിലാണ് ആദിത്യന്റെ കുടുംബം താമസിക്കുന്നത്. കൃഷി മന്ത്രി എന്ന രീതിയിൽ ആദിത്യന് വീട് വെച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിന്റെ നടപടികളിലേക്ക് കടക്കുക. മന്ത്രിമാരായ വി അബ്ദുൽ ഗഫൂർ, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 73ാമത് ജന്മദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഭൂമി പൂജയോടെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന പൂജകൾക്ക് സ്വാമി പുരി അമൃതാനന്ദപുരി നേതൃത്വം നൽകി. സെപ്റ്റംബർ 27 നടക്കുന്ന ജന്മദിനാഘോഷത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നവരെ സ്വീകരിക്കുന്നതിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് അമൃതപുരിയിൽ നടക്കുക. മധുര മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹിമോഫീലിയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മധുര ഹിമോഫീലിയ സൊസൈറ്റിയുടെ സഹകരണത്തോടെ കൊച്ചി അമൃത ആശുപത്രിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അത്യപൂർവ രക്തസ്രാവ രോഗമായ ഹീമോഫീലിയ ബാധിച്ചവർക്കായി സൗജന്യ മെഡിക്കൽ പരിശോധനയും ചികിത്സാ സഹായവും നൽകുന്ന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മധുര മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. കൊച്ചി അമൃത ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടന്ന ക്യാമ്പ് മധുര ഹിമോഫീലിയ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. കൃത്യമായ രോഗനിർണയം, ചികിത്സ, തുടർച്ചയായ പരിചരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാധാരണ ജനങ്ങളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിനായി മാതാ അമൃതാനന്ദമയി മഠവും അമൃത ആശുപത്രിയും നടപ്പിലാക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കായിക വാർത്തകൾ നോക്കാം. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ലീഡ്. ഇന്ത്യയുടെ 462 റൺസ് പിന്തുടർന്ന ശ്രീലങ്ക 284-ന് ഓൾ ഔട്ടായി. ഇതോടെ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് 178 റൺസിന്റെ ലീഡായി. സൊനാൽ ദിനുഷയുടെ സെഞ്ചുറിയാണ് വലിയ തകർച്ചയിൽ നിന്നും ആതിഥേയരെ രക്ഷിച്ചത്. 90-ന് 5 എന്ന നിലയിൽ നിന്നുമാണ് ലങ്ക 284-ലേക്ക് മുന്നേറിയത്. ഇന്ത്യക്കായി മാനവ് സുധാർ 4 വിക്കറ്റും രവീന്ദ്ര ജഡേജ 3 വിക്കറ്റും വീഴ്ത്തി. അതേസമയം ശ്രീലങ്കൻ ഇന്നിംഗ്സ് അവസാനിച്ചുടൻ മഴയും വെളിച്ചക്കുറവും മൂലം കളി നിർത്തിവെക്കേണ്ടി വന്നു. അവസാന സെക്ഷനിൽ ഇന്ത്യൻ സ്പിന്നർമാർ അവസരത്തിനൊത്ത് ഉയർന്നതോടെയാണ് ഇന്ത്യക്ക് ലീഡിലേക്ക് മുന്നേറാൻ ആയത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിലെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.